ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേൾഡ് കപ്പിന് മുന്നേ 4 സൗഹൃദ മത്സരങ്ങളായിരിക്കും ബ്രസീൽ കളിക്കുക. അടുത്ത മാസം ഫ്രാൻസ്, ക്രൊയേഷ്യ എന്നിവരെ ബ്രസീൽ നേരിടുന്നുണ്ട്. ഇനിയിപ്പോൾ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം അത് കരുത്തരായ മൊറോക്കോക്കെതിരെയാണ്. അതായത് ജൂൺ 14 ബ്രസീലും മൊറോക്കോയും തമ്മിലുള്ള മത്സരം നടക്കുക. ആ മത്സരത്തിൽ ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയാകും? അതിൻ്റെ ഒരു പ്രഡിക്ഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലാൻസ് എന്ന വെബ്സൈറ്റ് ആണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് അഥവാ ഗൂഗിൾ ജെമിനയോട് പ്രവചിക്കാൻ പറയുകയായിരുന്നു. അത് പ്രകാരം AI ഒരു ബ്രസീലിൻ്റെ 11 ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിനുള്ള 11 ആണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ തന്നെയായിരിക്കും. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്കുമാരായിക്കൊണ്ട് ഗബ്രിയേൽ മഗല്ലസും എഡർ മിലിറ്റാവോയും ഉണ്ടാകും. അതുപോലെ തന്നെ വിങ് ബാക്കുമാരായിക്കൊണ്ട് അലക്സാൻഡ്രോ, വെസ്ലി എന്നിവരായിരിക്കും ഉണ്ടാവുക. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കാസമിറോ ഉണ്ടാകും. അദ്ദേഹത്തിന് തൊട്ടു മുന്നിൽ മധ്യനിരയിൽ ലുക്കാസ് പക്കാറ്റ, ബ്രൂണോ ഗിമറസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ, വലത് വിങ്ങിൽ റോഡ്രിഗോ, അതുപോലെ തന്നെ സ്ട്രൈക്കർ പൊസിഷനിൽ ജാവോ പെഡ്രോ. ഇങ്ങനെയായിരിക്കും ബ്രസീലിൻ്റെ ആദ്യ വേൾഡ് കപ്പ് മത്സരത്തിനുള്ള ഒരു പോസിബിൾ ലൈനപ്പ് എന്നാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രവചിച്ചിട്ടുള്ളത്. ഇത് അവരുടെ ഒരു പ്രവചനം മാത്രമാണ്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ ഇതുവരെ പുറത്തേക്ക് വന്ന പോസിബിൾ ലൈനപ്പുകളിൽ ഒന്നും തന്നെ നെയ്മർ ജൂനിയർക്ക് സാധ്യതയില്ല എന്നുള്ളതാണ്. അതായത് നെയ്മർ ജൂനിയർ ബ്രസീലിൻ്റെ ടീമിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് പല പ്രവചനങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ആഞ്ചലോട്ടി തൻ്റെ നിലപാടിൽ നിന്നും ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ പ്രൂവ് ചെയ്യാതെ, ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കാതെ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്ന ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും കാർലോ ആഞ്ചലോട്ടി ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.